യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേച്ചി, അത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചു വന്നതാ. അവരെ ഇങ്ങ് ഇറക്കി വിട്ടാ ഞങ്ങക്ക് വേഗം അങ്ങ് പോവായിരുന്നു. ഇറക്കി വിടുകയെ? ആരെ? ആ, മല്ലികേച്ചി ഒന്ന് പതറി. അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് കാര്യവും മനസ്സിലായി. ആ പ്രിയോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുന്നതാ ചേച്ചിക്ക് നല്ലത്. പ്രിയയോ? നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നേ? ചേച്ചി, ഞങ്ങൾ വഴക്കുണ്ടാക്കാനോ ബഹളം വയ്ക്കാനോ വന്നവരല്ല. പക്ഷെ നിങ്ങളായിട്ട് അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അകത്ത് കയറി കൊണ്ടുപോകേണ്ടി വരും. ഓഹോ, ഭീഷണിയാണോ? എന്നാ പിന്നെ വീട്ടിലോട്ടൊന്ന് കേറി നോക്ക്. കാല് ഞാൻ വിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടുകാരെ ഓടിവായോ! ഇവിടെ പട്ടാപ്പകല് വീട്ടിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നേ. നാട്ടുകാരെ ഓടിവായോ! നാട്ടുകാരെ! എന്നാ പിന്നെ നമുക്ക് അങ്ങ് പോയേക്കാം. ഞങ്ങൾ ചെന്നിട്ടേ കവലയിൽ നിൽക്കുന്ന ആ പോലീസ് ജീപ്പ് ഇങ്ങോട്ട് അയക്കാം. അതാവുമ്പോ ഇവരെ രണ്ടുപേരും കേറ്റിക്കൊണ്ട് അങ്ങ് പോന്നോളൂ. എന്നാ ശരി പെങ്ങളെ, വനിതാ പോലീസ് ഒന്ന് കൂമ്പിലിടിക്കുമ്പോ പെങ്ങളെ ഇറക്കി വിട്ടോളൂ. അയ്യോ സാറേ, വേണ്ട. പോലീസിനൊന്നും വിളിക്കണ്ട സാറേ. ഞാൻ ഈ ഭാഗത്തുനിന്ന് താമസം തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ല. നാട്ടുകാരൊക്കെ അറിഞ്ഞ... ആയിക്കോട്ടെ, ഞങ്ങൾ വിളിക്കുന്നില്ല. അപ്പൊ പ്രിയ? അവളിപ്പോ ഇവിടെ ഇല്ല സാറേ. എന്റെ പൊന്നു മല്ലികേച്ചി, ചേച്ചി ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. സ്നേഹസേനത്തിലെ കാര്യങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അവിടെ വിശ്വാസ് സാറ് ഒരാളെ കൊന്നു വരെ കള്ളമൊഴി കൊടുത്തോളാ പ്രിയ. അവള് കാരണം 1 വർഷത്തിൽ കൂടുതൽ വിശ്വാസ് സാറ് ജയിലിൽ കിടന്നു. ഇപ്പതേ അതേ ഇവള് കാരണം പൂജ ജയിലിൽ കിടക്കുക. അയ്യോ, പൂജ ജയിലിലാണോ? ഓ, അപ്പൊ അവളതൊന്നും പറഞ്ഞില്ലല്ലേ? ചേച്ചി, പോലീസ് അന്വേഷിക്കുന്ന ക്രിമിനലാ പ്രിയ. അവളെ ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ച അത് ചേച്ചിക്ക് കൂടെ ആവത്താ. അയ്യോ, പറ, അവളെപ്പോ വരും? അതറിയില്ല സാറേ. ചിലപ്പോ 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കറുത്ത പർദ്ദയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പർദ്ദയോ? ആ, പർദ്ദ തന്നെ. പർദ്ദ? അയ്യോ, അപ്പൊ അത് അവളായിരുന്നോ? സാറേ, നമ്മൾ കണ്ട താത്തക്കുട്ടി അവളായിരുന്നു സാറേ. അവളോട് ഞാൻ ഇവരെ പറ്റി ചോദിക്കുകയും ചെയ്തതാ. ചെറുകുട്ടി, എന്നാ അവൾ അധികം ദൂരം ഒന്നും പോയി കാണില്ല. താമ്പാ, ഇനി അഥവാ അവള് വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ വന്നതോ അവളെ കുറിച്ച് ചോദിച്ചതായിട്ടോ ഒന്നും പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? പാടു, വേമ്പാ. ഈശ്വര, ഓ. സാറേ, കയ്യിന്ന് വഴുതി പോയല്ലോ സാറേ. സാരമില്ല, എന്തായാലും നമ്മൾ അടുത്തെത്തിയല്ലോ. ഇനി അധികം താമസമൊന്നുമില്ല. താമാ.
അമ്മ ഉറങ്ങിയില്ലേ? ഓരോന്നോർത്തങ്ങനെ ഇരുന്നു പോയി. എന്റെ മോളുടെ ജീവിതം ഞാൻ ഇങ്ങനെ ആക്കിയല്ലോ എന്ന് ഓർത്തതാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ജീവിതത്തിന് എന്താ ഇപ്പൊ ഒരു കുഴപ്പം? എന്റെ മോള് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതല്ലേ. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും വിട്ടുപോയി. ഇപ്പതാ ജീവിതത്തിലെ ആൺതുണയെ ഉപേക്ഷിച്ച് ജയിലിൽ വന്ന് കിടക്കുന്നു. അതിന് ഞാൻ ജയിലിൽ വന്നത് അമ്മ കാരണമല്ലല്ലോ. എന്നാലും മോൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് അച്ഛമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നി? അച്ഛമ്മയുടെ പേരക്കുട്ടി മരിച്ചുപോയെന്ന് പോലീസ് പറഞ്ഞ അച്ഛമ്മയ്ക്ക് സഹിക്കോ അമ്മേ? എന്റെ മോൾക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന്? പ്രിയയ്ക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് നമുക്കല്ലേ അറിയൂ. കോടതിക്ക് ബോധ്യപ്പെടണ്ടേ? മോളെ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്നത് അവള്. എനിക്കത് ഉറപ്പാ. അത് അർജുൻ കോടതിയെ ബോധ്യപ്പെടുത്താത്തത് എന്താണെന്നാ എനിക്ക് അറിഞ്ഞൂടാത്തത്. കോടതിക്ക് വേണ്ടത് സത്യമല്ല, തെളിവുകളാ. അമ്മ വിഷമിക്കണ്ട, അജുവേട്ടൻ സത്യം തെളിയിച്ചോളൂ. എനിക്കുറപ്പുണ്ട്. അമ്മേ, ഞാനൊന്ന് ചോദിക്കട്ടെ? പ്രിയെ കാണാതായതില് അമ്മയ്ക്കൊന്നും തോന്നുന്നില്ലേ? അമ്മയുടെ രക്തമായിട്ടും അമ്മയ്ക്ക് അവളോട് തരുമ്പം സ്നേഹം തോന്നാത്ത എന്താ? അവൾ എന്റെ രക്തമാണെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? നിങ്ങളെല്ലാവരും കൂടിയല്ലേ അവൾ എന്റെ മകളാണെന്ന് പറഞ്ഞത്? അല്ലമ്മേ, നന്ദനച്ചനും മറ്റുള്ളവരും ഒക്കെ അത് അംഗീകരിക്കുമ്പോ. മോളെ, അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതും രണ്ട് കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അംഗീകരിക്കേണ്ടി വന്നേക്കും. പക്ഷേ വിശ്വസിക്കണമെങ്കിൽ അവനവന്റെ മനസ്സ് സമ്മതിക്കണം. എന്റെ മനസ്സ് അംഗീകരിച്ച ഒരു മോളെ എനിക്കുള്ളൂ. അത് നീയാ. ഇനി എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ഇനി എന്റെ മോളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണമെന്നേ അമ്മ പ്രാർത്ഥിക്കുന്നുള്ളൂ. അർജുൻ മോന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതാ നീ. ഈ ജയിൽ മുറിയിൽ കഴിയേണ്ടവളല്ല. ഇവിടെയും അമ്മ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹലോ ഹലോ, ഞാൻ പുറത്തുണ്ട്. വേഗം വാ. നീ എന്താ ഇവിടെ? ആദ്യം പുറത്ത് വാ, വന്നിട്ട് സംസാരിക്കാം. ഹലോ ഹലോ